ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് ചാപ്റ്ററാണ്. അതിൽ ഫസ്റ്റത്തെ ടോപ്പിക്ക് ഫോഴ്സ് ആൻഡ് ഇൻ്ററാക്ഷൻ എന്നാണ്. ഇതിൽ പറയുന്നത് ഫോഴ്സ് എന്താണ്, ടൈപ്സ് ഓഫ് ഫോഴ്സസ് എന്താണെന്നൊക്കെയാണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പുഷ് അല്ലെങ്കിൽ ഒരു പുള്ള് എന്നാണ് സിമ്പിളായിട്ട് ഡെഫിനിഷൻ വരുന്നത്. പുഷ് എന്ന് പറഞ്ഞാൽ എന്താ, അപ്പോൾ നമ്മൾ ഡോറിൻ്റെ അവിടെയൊക്കെ പോകുമ്പോൾ പുഷ് ഓർ പുള്ള് എന്ന് എഴുതി വെക്കൂലേ, അതെന്താ, നമ്മളൊരു ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യണം. ഇപ്പം ഒരു ഡോറ് വലിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഡോറ് ഉന്തുകയാണ്, അതാണ് എന്ത്, നമ്മളൊരു ഫോഴ്സ് അവിടെ കൊടുക്കുകയാണ്. അപ്പോൾ എന്താ, സിമ്പിളായിട്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പുഷ് അല്ലെങ്കിൽ ഒരു പുള്ള്. ഇതിൻ്റെ ശരിക്കുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ്, രണ്ട് ഒബ്ജക്റ്റുകൾ. ഇപ്പം ഒരു ബോളും ഒരു കൈയും. അപ്പം കൈ കൊണ്ട് നമ്മളൊരു ബോള് ഉന്തുകയാണ്, അപ്പോൾ എന്താ, രണ്ട് ഒബ്ജക്റ്റായി ഇവിടെ, ഒരു ബോളുമായി ഒരു കൈയുമായി. അപ്പോൾ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഒരു ഇൻ്ററാക്ഷൻ, അതാണ് എന്ത്, ഫോഴ്സ്. അല്ലെങ്കിൽ എന്താ, ബിറ്റ്വീൻ ആൻ ഒബ്ജക്റ്റ് ആൻഡ് ഇറ്റ്സ് എൻവയോൺമെൻറ്റ്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റും ഒരു എൻവയോൺമെൻറ്റും. ഇപ്പം നമ്മളിപ്പോൾ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കണുണ്ടല്ലോ, അതെന്താ നമ്മൾ മേലേക്ക് പോയി പൊന്താത്തത്, നമ്മളും ഭൂമിയും തമ്മിലൊരു ഇൻ്ററാക്ഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്താ, അതിൻ്റെ എൻവയോൺമെൻറ്റ്, നമ്മളും നമ്മളുടെ എൻവയോൺമെൻറ്റും, നമ്മളെന്താണ്, ഒരു ഒബ്ജക്റ്റാണ്. അപ്പോൾ ഒബ്ജക്റ്റും അതിൻ്റെ എൻവയോൺമെൻറ്റും തമ്മിലൊരു ഇൻ്ററാക്ഷൻ. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഒരു പുഷ് അല്ലെങ്കിൽ ഒരു പുള്ള് എന്ന് പറയാം, അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ ഏതെങ്കിലും രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഇൻ്ററാക്ഷൻ, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റും ഒരു എൻവയോൺമെൻറ്റും, ആ ഒബ്ജക്റ്റിൻ്റെ എൻവയോൺമെൻറ്റും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ, അതാണ് എന്ത്, ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. രണ്ട് ടൈപ്പ് ക്വാണ്ടിറ്റി ഉണ്ട്, എന്താണ്, സ്കാലാറും ഉണ്ട് വെക്റ്ററും ഉണ്ട്. സ്കാലാർ എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും, ഡയറക്ഷനും ഉണ്ടാവും മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഫോഴ്സിൻ്റെ SI യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ ആണ്. ഇത് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ടോപ്പിക്ക് വരുന്നത് ടൈപ്സ് ഓഫ് ഫോഴ്സസ് ആണ്. ഫോഴ്സിന് രണ്ട് ടൈപ്പ് ഫോഴ്സസ് ഉണ്ട്, കോണ്ടാക്ട് ഫോഴ്സും ഉണ്ട്, നോൺ കോണ്ടാക്ട് ഫോഴ്സും ഉണ്ട്. കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഒരു കോണ്ടാക്റ്റ് വരണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ബോളും ഒരു കൈയും തമ്മിലൊരു ഇൻ്ററാക്ഷൻ എന്ന് പറഞ്ഞു, അതൊരു ഫോഴ്സാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ, ഈ ബോളും ഈ കൈയും തമ്മിൽ ഡയറക്റ്റ് ഫിസിക്കലി, ഇപ്പോൾ ഈ പെന്നിനെ ഞാനിങ്ങനെ പിടിക്കുന്നുണ്ട്, അപ്പോൾ എന്താ, ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇവിടെ ഉണ്ട്. പക്ഷേ ഭൂമിയും നമ്മളും തമ്മിൽ എന്താ, ഭൂമി നമ്മൾ പിടിച്ച് വലിക്കണ വരെ നമുക്ക് തോന്നലുണ്ടോ, ഇല്ലല്ലോ. അതുപോലെ ഇപ്പോൾ ഒരു മാഗ്നറ്റ് എടുത്തിട്ട് നമ്മളൊരു പിന്നിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താ, എടുത്തെത്തുമ്പോൾ തന്നെ ആ പിന്നെ എന്ത് ചെയ്യും, ആ മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ എന്താ, അവിടെ ഒരു കോണ്ടാക്റ്റിൻ്റെ ആവശ്യമില്ല, അത് അതിനെ പിടിച്ചിട്ട് വലിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒക്കേഴ്സ് വെൻ ഒബ്ജക്ട്സ് ആർ ഇൻ ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്റ്റ്. അപ്പോൾ ഒബ്ജക്ട്സ് തമ്മിൽ ഒരു ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലാണ് അതിനെ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയാം. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണം, അപ്പോഴേ അവിടെ ഫോഴ്സ് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വേണ്ട, ഫിസിക്കൽ കോണ്ടാക്റ്റ് വേണ്ട. അപ്പോൾ കോണ്ടാക്ട് ഫോഴ്സിൽ 3 ടൈപ്പ് ഫോഴ്സ് ഉണ്ട്. ഫസ്റ്റത്തേതാണ് നോർമൽ ഫോഴ്സ്. നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് എടുക്കുക, ഈ ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു സർഫേസിൽ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്, അതിന് പെർപെൻഡിക്കുലറായിട്ട്, അതായത് 90 ഡിഗ്രിയിലുള്ള ഒരു ഫോഴ്സാണ് എന്ത്, നോർമൽ എന്ന് പറയുന്നത്. നമ്മൾ റിഫ്ലക്ഷന് അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ വരക്കൂലേ, ഇവിടുന്ന് ഒരു ലൈറ്റ് റേ വരുന്നു, അതിങ്ങനെ റിഫ്രാക്റ്റ് ചെയ്ത് പോകുന്നു അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഈ ലൈനിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, നോർമൽ എന്ന് പറഞ്ഞത്. അപ്പോൾ നോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്, 90 ഡിഗ്രി ആംഗിൾ എന്നാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സാണ് എന്ത്, നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത്. എന്താണ്, എക്സേർട്ടഡ് ബൈ എ സർഫേസ് ഓൾവേസ് ആക്ട് പെർപെൻഡിക്കുലർ ടു ദ സർഫേസ്. എപ്പോഴും എന്താണ്, ഒരു സർഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ നോർമൽ എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുക. അപ്പം 90 ഡിഗ്രി ആംഗിളിൽ ഒരു ഒബ്ജക്റ്റിന് സർഫേസ് കൊടുക്കുന്ന ഫോഴ്സാണ് എന്ത്, നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫോഴ്സാണ് ഇത്, ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നടക്കുമ്പോൾ നമ്മളെ ബാക്കിക്ക് ഒരു വലിക്കുന്ന പോലെ അങ്ങനെ തോന്നൂലേ. ഇപ്പോൾ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ നടക്കുമ്പോൾ മുന്നിലോട്ടൊരു ഫോഴ്സും അതുപോലെ ബാക്കിലോട്ടൊരു ഫോഴ്സും ഉണ്ടാവും. ഈ മുന്നിലോട്ട് എന്താ, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും, ഈ ബാക്കിലോട്ട് വരുന്നതാണ് എന്ത്, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഫോഴ്സിനെ എതിരായിട്ട് വരുന്നതാണ് എന്ത്, ഫ്രിക്ഷണൽ ഫോഴ്സ്. അതെങ്ങനെ വരുന്നത്, സർഫേസിന്
പാരലലായിട്ടാണ്. ഇതാണ് സർഫേസ് എന്നുണ്ടെങ്കിൽ അതിന് പാരലലായിട്ടാണ് വരിക. അപ്പോൾ ഒരു സർഫേസിന് എക്സേർട്ടഡ് ബൈ എ സർഫേസ്, ഒരു സർഫേസ് എക്സേർട്ട് ചെയ്യുന്നതാണ് എന്ത്? ഫ്രിക്ഷണൽ ഫോഴ്സ്. അതെങ്ങനെയായിരിക്കും? ആക്ട്സ് പാരലൽ ആൻഡ് ഒപ്പോസസ് മോഷൻ ഓർ സ്ലൈഡിങ്. ഇപ്പോൾ നമ്മൾ നടക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ മുന്നോട്ടാണ് നടക്കുന്നത്, അതെന്താണ്? ഒരു മോഷനാണ്. ആ മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സാണ് എന്ത്? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഓൾവേസ് പാരലൽ. പെർപെൻഡിക്കുലർ എന്തായിരുന്നു? നോർമൽ. പാരലൽ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ. അടുത്ത ഫോഴ്സാണ് ഏത്? ടെൻഷൻ ഫോഴ്സ്. ടെൻഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എ പുള്ളിങ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ റോപ്പ് ഓർ സ്ട്രിങ്. ഇപ്പോൾ നമ്മൾ പുള്ളീൻ്റെ കേസൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇതെന്താണ്? കിണറിന്ന് വെള്ളം കോരൂലേ, ഇതാണ് പുള്ളി. ഈ പുള്ളിയിൽ ഇവിടെയാണ് എന്തുണ്ടാവുക? ബക്കറ്റ് ഉണ്ടാവുക. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വലിക്കുക അല്ലേ? ഇങ്ങോട്ട് വലിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ് വരുന്നത്. അതിനെ ഒപ്പോസ് ചെയ്തിട്ടൊരു ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ടെൻഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ഒബ്ജക്റ്റിന് നമ്മൾ ഒരു കയറ് കെട്ടി വലിക്കുകയാണ്. കയറ് കെട്ടി വലിക്കുമ്പോൾ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് എങ്ങോട്ടാണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വലിക്കുന്നത്. അപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്തിട്ടൊരു ഫോഴ്സ് എന്ത് കൊടുക്കും? റോപ്പും കൂടി കൊടുക്കും. ആ ഒപ്പോസിങ് ഫോഴ്സാണ് എന്ത്? ടെൻഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. എന്താണ്? ഇങ്ങോട്ടാണ് എന്ത് വരിക? ടെൻഷൻ ഫോഴ്സ് വരിക. ഒരു റോപ്പ് കൊടുക്കുന്ന പുള്ളിങ് ഫോഴ്സാണ് എന്ത്? ടെൻഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്താ നമ്മൾ പറഞ്ഞു? എന്താണ്? ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇല്ലാതെ ഉണ്ടാകുന്നതാണ് എന്ത്? നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. അവിടെ എന്ത് വേണ്ട? ഇപ്പം വെയിറ്റ്, അതിനൊരു ഫസ്റ്റത്തെ എക്സാമ്പിളാണ് എന്ത്? വെയിറ്റ് എന്ന് പറയുന്നത്. വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് നോക്കുക എന്ന് പറയുന്നത് ശരിക്കും എന്താണത്? ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എർത്ത് എക്സേർട്സ് ഓൺ ഒബ്ജക്ട്സ്. അതായത് നമ്മളൊരു ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് എർത്താണ് വരുന്നത്. എർത്ത് നമ്മളെ പിടിച്ച് വലിക്കുന്നുണ്ട് അതിൻ്റെ എങ്ങോട്ട്? സെൻറ്ററിലോട്ട്. അപ്പോൾ ഈ ഫോഴ്സാണ് എന്ത്? നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് എന്ത്? വെയിറ്റ് എന്ന് പറയുന്നത്. mg എന്നാണ് വെയിറ്റ് പറയുക. ഇതിൽ m എന്ന് പറയുന്നത് നമ്മളുടെ മാസും g എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റുമാണ്. അപ്പോൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? F is equal to ഫോഴ്സ് എന്ന് പറയുന്നത് F is equal to എന്താണ്? ma ആണ്. ഇതിൽ mg ആവുമ്പോൾ a എന്ന് പറയുന്ന ആക്സലറേഷൻ, ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ ആവുമ്പോൾ ഗ്രാവിറ്റി ആവുമ്പോഴാണ് എന്താവണത്? വെയിറ്റ് ആവണത്. അപ്പോൾ നോൺ കോണ്ടാക്ട് ഫോഴ്സിനുള്ള എക്സാമ്പിളാണ് എന്ത്? വെയിറ്റ് എന്ന് പറയുന്നത്. അടുത്ത് വരുന്നത് മാഗ്നറ്റിക് ഫോഴ്സാണ്. മാഗ്നറ്റിക് ഫോഴ്സ് നമ്മൾ പറഞ്ഞു, ഒരു പിന്ന് എടുത്തിട്ട് വെച്ചാൽ പിന്ന് ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തൊരു മാഗ്നറ്റ് കൊണ്ട് വെച്ചാൽ എന്താവും? ഇതിങ്ങോട്ട് പെട്ടെന്ന് മാഗ്നറ്റുമ്പോൾ വന്നിട്ട് ഒട്ടും. ഇതിൻ്റെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താ? ഇവിടെ ഒരു കോണ്ടാക്റ്റ് ഇല്ല, ഇതിന് പിടിച്ചിട്ട് വലിക്കുകയാണ്. അപ്പം രണ്ടാമത്തെ എക്സാമ്പിളാണ് എന്ത്? മാഗ്നറ്റിക് ഫോഴ്സ്. മൂന്നാമത്തെ എക്സാമ്പിളാണ് എന്ത്? ഇലക്ട്രിക് ഫോഴ്സ്. ഇലക്ട്രിക് ഫോഴ്സിന് എക്സാമ്പിൾ നമ്മൾ സ്കെയിൽ തലയിൽ നല്ലോണം ഉരച്ചിട്ട് കുറച്ച് പേപ്പർ എടുത്തിട്ട് പീസാക്കിയിട്ട് അതിൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ എന്താ? പേപ്പർ ഇങ്ങനെ ചാടുന്ന കാണാം. പണ്ട് 8ാം ക്ലാസ്സിലൊക്കെ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യും. ഇവിടെ കുറേ പേപ്പർ കഷ്ണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കെയിൽ നമ്മൾ തലയിൽ നല്ലോണം റബ്ബ് ചെയ്തിട്ട് ഈ പേപ്പറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചാൽ എന്താ? ഇതിനെ പെണ്ണിട്ട് ഒട്ടണ ഒരു ഫീൽ വരും, ഒട്ടുന്ന പോലെ ഇങ്ങനെ വരും. അതെന്താ? ഇവർ തമ്മിലൊരു കോണ്ടാക്റ്റ് ഇവിടെ അല്ല, പക്ഷേ ഇതിനെന്താ ചെയ്യും? ഇവിടെ ചാർജ് ഡെവലപ്പ് ചെയ്തിട്ട് ഇതൊരു ചാർജ് ഡെവലപ്പ് ചെയ്യും. നമ്മൾ തലയിൽ നല്ലോണം റബ്ബ് ചെയ്യുമ്പോൾ അവിടെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടാവും. അപ്പോൾ എന്താ? ഈ പേപ്പറിനെ പിടിച്ചിട്ട് ഇതിങ്ങനെ വലിക്കും. അപ്പോൾ എന്താ? ഇവിടെ ഒരു കോണ്ടാക്റ്റ് ഇല്ല. അപ്പോൾ എന്താ ഇവിടെ ഉണ്ടായത്? ഒരു ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനെന്ത് വേണ്ട? ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് വേണ്ട. അപ്പോൾ മൂന്നാമത്തെ എക്സാമ്പിളാണ് എന്ത്? ഇലക്ട്രിക് ഫോഴ്സ്.